ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഈ രണ്ട് മാല എൻ്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതായത് നമ്മൾ സ്വയം അധ്വാനിക്കുന്നതിലുപരി നമുക്ക് മറ്റുള്ളവർ തരുന്നൊരു അംഗീകാരമായിരുന്നു. അപ്പം ഈ ഒരു മാല എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഐ തോട്ട് നമുക്കിത് ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പം ഈ ഒരു മാലയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാത്ത ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കോളേജ് ഇലക്ഷന് മത്സരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മത്സരിച്ചതിന് പുറമെ പ്രതീക്ഷിക്കാതെ വളരെ വലിയ രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ ജയിക്കുന്നതോ. അപ്പോൾ ആ സ്റ്റോറി ഒന്ന് കാണിച്ചു തന്നാലോ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ ദ്യുതി. അപ്പോൾ ഇത് 2026 കോളേജ് ഇലക്ഷനാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് നടന്ന ഇലക്ഷൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അന്ന് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം കുത്തിയ ബാഡ്ജായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അതിൽ ശ്രദ്ധിച്ചത്, അതിൽ എൻ്റെ പേരോ എൻ്റെ പാർട്ടിയോ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രചരണം, ഇതുപോലുള്ള മുദ്രാവാക്യം വിളി ഇതൊക്കെ കേൾക്കുന്നതും അതിൻ്റെ കൂടെ പറയുന്നതൊക്കെ കേട്ടോ. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ ഐ വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തിരിക്കുന്നത്? ആരാ ഇവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഓൾസോ എല്ലാവരും ഒറ്റ വാക്കാണ് പറയുന്നത്, ആസാദി എന്നുള്ളത്. അപ്പം എനിക്ക് ആക്ച്വലി എന്താ ഈ ആസാദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ല. ഞാൻ മുന്നേ പഠിച്ച കോളേജിൽ മറ്റൊരു പാർട്ടിയും വളരാൻ വിടാത്തത് കൊണ്ട് അവിടെ ഇലക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇലക്ഷൻ അതുപോലുള്ള പ്രചരണം കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് ഗേൾസ് ആയിരുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിൽ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, എൻ്റെ പേരൊക്കെ എപ്പോഴാണാവോ വിളിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട്. സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ ക്യാമ്പസ് ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും ഈ പരിപാടിയുടെ ഭാഗമാകുന്ന സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ നടന്നത്. സോ ഇലക്ഷന് അങ്ങനെ വലിയ തിക്കുതിർക്കം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, കോളേജിൽ തന്നെയായിരുന്നു. പക്ഷേ ഇലക്ഷൻ നടന്ന ദിവസം തന്നെ നമുക്ക് റിസൾട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ഉള്ള സമയത്ത് ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സമയം വൈകിട്ട് 4:30 ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 4:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അവിടെ മേളിൽ നിന്നിട്ട് കുട്ടികൾ കൗണ്ടിങ് അവിടെ നിന്ന് നമുക്ക് സിഗ്നൽ തരിക ചെയ്യുന്നത് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ജയിച്ചു എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷൻ വരുന്നുണ്ട്. ബട്ട് കറക്റ്റായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അതായത് 5 വർഷമായിട്ട് നമ്മുടെ കോളേജ് ഈ UDSF എന്ന് പറഞ്ഞ പാർട്ടിയുടെ കയ്യിലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഈ 5 ഇയേഴ്സിന് ശേഷമാണ് നമ്മുടെ SFI കോളേജിലേക്ക് വരുന്നത്. പക്ഷെ വന്നത് തന്നെ കംപ്ലീറ്റ് തൂത്തുവാരി എന്നുള്ള അവസ്ഥയായിരുന്നു. 1-2 അങ്ങനെ എന്തോ സീറ്റ് മാത്രമാണ് ഈ MSFന് UDSFന് എത്തിയിരിക്കുന്നത്. ഈ MSF ആൻഡ് UDSF എന്ന് പറയുന്നത് നമ്മുടെ UDFും MSFും ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ്. കൗണ്ടിങ് ടീമിലുണ്ടായിരുന്ന സാർ എൻ്റെ അടുത്ത് പറയാണ് നീ ജയിച്ചു എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓ മൈ ഗാഡ്, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. പക്ഷേ ആ സമയം അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ താഴെ വന്നു, എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോരുത്തർ ജയിച്ചു എന്ന് അറിയുന്നില്ല, ഇങ്ങനെ ആഘോഷ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഓരോരുത്തർ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. സാറുമാർ താഴെ വന്ന് അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന കോളേജിൽ നമ്മുടെ പേരിങ്ങനെ ഒച്ചത്തിൽ മുഴങ്ങി കേൾക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അടിപൊളി മൂമെന്റ് ആണ്. കോളേജിന്റെ ഭാഗത്തുള്ള അനൗൺസ്മെന്റിന് ശേഷം പിന്നെ പാർട്ടിയുടെ വക അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചുമ്മാ അവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ അവർ ചുമ്മാ ഞാൻ തോന്നിയിട്ടും കീഴെടുക്കാൻ പോയെന്നേ ഉള്ളൂ. അപ്പോഴാണ് എൻ്റെ പേര് പറയുന്നത് കേട്ടത്. എല്ലാവരും എന്നെ ഇങ്ങനെ അന്വേഷിക്കുക. ഞാനും ഇങ്ങനെ ഇതെന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവരെൻ്റെ പേര് വിളിക്കുന്നതും ഞാൻ മുന്നോട്ട് പോകുന്നതൊക്കെ. അതാണ് നിങ്ങൾ കണ്ടൊരു കിളി പോയി നിൽക്കുന്ന മൊമെൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഭയങ്കര പ്രകടനമായിരുന്നു അവിടെ. വെസ്റ്റയിൽ കംപ്ലീറ്റ് ആ ഒരു ഏരിയ കംപ്ലീറ്റ് നടന്ന് ഡാൻസും പാട്ടും ബാൻഡ് മേളവും പടക്കവും ഒക്കെ ആയിട്ട് കിടിലായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കളിച്ച് ശരിക്കും ഡാൻസ് ചെയ്ത് നമ്മളിങ്ങനെ ടയേർഡായി തിരിച്ച് കോളേജിലെത്തിയ സമയത്താണ് അവിടെ പിന്നെയും ബാൻഡ് മേളവും ഡാൻസും നമ്മൾ പാർട്ടിക്കാരെല്ലാവരും കൂടെ നിന്ന് തീവ്രത്താടുകയായിരുന്നു. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഇതിനു വേണ്ടി നിൽക്കുമല്ലേ. അങ്ങനെ ടയേർഡായി തിരിച്ച് വരാൻ നോക്കുന്ന സമയത്താണ് അവിടുന്ന് ഈ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നല്ല പൂത്തിരിയും മുന്നിലേക്ക് വിടുന്ന അങ്ങനത്തെ ഒത്തിരി നല്ല വെടിക്കെട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ നല്ല ടയേർഡാണ്. എനിക്ക് തോന്നി ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ടയേർഡാവും. ഏകദേശം ഒരു 9 മണിയോളം ഇവരിവിടെ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രകടനം എന്നല്ല, വിജയാഘോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു 6 മണി അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ നിർത്തിയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. എൻ്റെ ലൈഫിൽ ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഈവൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റാണ്. കോളേജ് ഇലക്ഷനൊക്കെ നിന്നിട്ട് മത്സരിച്ചിട്ട് അതിൽ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അത്രയും അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ശരിക്കും 18 സീറ്റാണ് ഈ എംടെക്കിന് വരുന്നത്. അപ്പോൾ ഈ 18 സീറ്റിലും നമുക്ക് മത്സരിച്ചിട്ട് നോക്കുമ്പോൾ എന്താ കോമഡി എന്ന് വെച്ചാൽ നമുക്ക് ഈക്വൽ ആയിരുന്നു. അപ്പം അതാണ് അവർ നേരത്തെ പ്രസംഗിക്കുന്ന സമയത്ത് ഭാഗ്യം പോലും എന്നൊരു വാക്കുണ്ടായിരുന്നില്ലേ. അതായത് നമ്മൾ അവസാനം ലോട്ട് ഇട്ടിട്ടാണ് എന്നെ സെലക്ട് ആവുന്നത്, മീൻസ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, ചിലപ്പോൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടല്ല, വരാനുള്ളത് എന്തായാലും വരും. ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാനൊരു പാർട്ടിക്കാരിയാവുന്നു, അല്ലെ പാർട്ടിയിൽ ഞാൻ മത്സരിക്കുന്നു, പാർട്ടിയുടെ ബാനറിൽ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നു, ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അമ്മ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അവർ എന്നെ ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത്രയും വലിയൊരു മത്സരത്തിൻ്റെ ഭാഗമാവാൻ പറ്റുകയെന്നൊക്കെ വെച്ചാൽ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.